ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ മൗനരാഗം സീരിയലിന്റെ അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അപ്പൊ നാളത്തെ എപ്പിസോഡ് നല്ല രസമുള്ള എപ്പിസോഡാണ്. അപ്പോൾ വേറൊന്നുമല്ല, രസമെന്ന് ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ ചന്ദ്രസേന അങ്ങനെ അപകടാവസ്ഥയിൽ കിടക്കുകയാണെങ്കിൽ പോലും ഗംഗപ്രസാദ് പിടികൂടാമണ എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ചന്ദ്രസേനന്റെ ലാബ് റിസൾട്ട് വരുന്നുണ്ട്. അപ്പൊ കിരണോട് ഡോക്ടർ പറയുന്നുണ്ട് അത് തേനിൽ അടങ്ങിയിരിക്കുന്ന അതിശക്തമായിട്ടുള്ള വിഷാംശം കൊണ്ടിട്ടാണ് ഈ ഒരു അവസ്ഥ വന്നത്. കറക്റ്റ് സമയത്ത് എത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ജീവന്റെ ഒരു തുടിപ്പെങ്കിലും ഉള്ളത്. ഇപ്പൊ സമയം വൈകിയിരുന്നെങ്കിൽ ജീവൻ നഷ്ടപ്പെട്ടു വരെ പോയാന്. എങ്കിലും അപകടാവസ്ഥ തരണം ചെയ്തിട്ടില്ല, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല. അതൊരു പ്രത്യേക തരം വിഷമാണ്. അപ്പൊ അത് ബ്ലഡിലേക്ക് കലങ്ങിയിട്ടുണ്ട് കുറച്ച്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നന്നായിട്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയണം. ആ സമയത്ത് കിരണം ഭയങ്കര കരച്ചിലാട്ടോ. കല്യാണി എനിക്ക് പേടിയാവുന്നു, അച്ഛൻ എന്തെങ്കിലും സംഭവിക്കുന്നു, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറഞ്ഞില്ല കിരണേട്ട ഒന്നും സംഭവിക്കില്ല. എന്നാലും തേനിൽ എങ്ങനെയാ കിരണേട്ട അവരിങ്ങനെ വിഷം ചേർത്തത്? ഇനി അറിയാതെ പറ്റിയതാണോ, അത് മനഃപൂർവ്വം ചെയ്തതാണോ? കിരണേട്ട ഇപ്പൊ എനിക്ക് സംശയം ശരിക്കും കൂടുന്നത്. നമ്മൾ അവിടെ പോയപ്പോ ശ്രദ്ധിച്ചില്ലേ കിരണേട്ടാ, അവരെന്തൊക്കെയോ നമ്മളിൽ നിന്ന് മറയ്ക്കുന്നുണ്ടായിരുന്നു. ശരിയാ കല്യാണി, അവര് ഒരാളെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അയാൾ എപ്പോഴാ രക്ഷിച്ചെന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് അമലു എന്ന് പറഞ്ഞ ആ പെണ്ണാണ് പറഞ്ഞ 1.5 വർഷം മുമ്പാണെന്ന്. എനിക്കിപ്പോ സംശയമുണ്ട് കല്യാണി, അവിടെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതേ കിരണേട്ടാ, ആ ഗംഗപ്രസാദ് അവിടെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവൻ അവിടെ ഉണ്ട് കിരണേട്ടാ, ഉറപ്പാ. നമ്മൾ അവിടെ പോയപ്പോ നമ്മൾ ഈ കുപ്പി തേൻ നമുക്കാണെന്ന് അവനെ മനസ്സിലായി. അതുകൊണ്ട് ആരും കാണാതെ അവൻ അതിൽ വിഷം ചേർത്തിട്ടുണ്ടെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത് എന്ന് കല്യാണി കിരണോട് പറയണം. അങ്ങനെ കിരണാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ പോലീസിൽ വിവരം അറിയിക്കുന്നുണ്ട്. ശേഷം ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ വിഷവും കാര്യങ്ങളൊക്കെ. അങ്ങനെ പോലീസുകാരും ഇത് അന്വേഷിക്കാൻ വേണ്ടി കാട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ കാട്ടിലേക്ക് പോകുമ്പോഴേക്കും ഈ ഗംഗപ്രസാദ് ആദ്യം പോലീസുകാരെ കാണുന്നുണ്ട്. അയാൾ അപ്പൊ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് ഗംഗപ്രസാദ്. ശേഷം മൂപ്പൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചോദിക്കുന്നുണ്ട് പോലീസുകാരത്ത്, എന്താ സാറേ, എന്താ ഏമ്മമാരെ, എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും, അതെ നീയൊക്കെ വരെ തടവ് പുള്ളിനെ ഇവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോടാ എന്ന് ചോദിക്കുകയാണ്. തടവ് പുള്ളിനെയോ സാർ, എന്തൊക്കെയാ ഉദ്ദേശിക്കണത്? എനിക്ക് മനസ്സിലായില്ല. എടാ നിങ്ങക്ക് ഞാൻ മനസ്സിലാക്കി തരാം. ഇന്നലെ കിരണും കല്യാണി എന്ന് പറഞ്ഞ 2 പേര് ഇവിടെ തേൻ മേടിക്കാൻ വന്നിരുന്നു. ഓവ് സാറേ, 2 പേര് നാട്ടിൽ നിന്ന് ഇവിടെ തേൻ മേടിക്കാൻ വന്നിരുന്നു. 4 കുപ്പി തേൻ അവർക്ക് കൊടുത്തു വിട്ടായിരുന്നു. ആരാടാ തേൻ ശേഖരിച്ചത്? വേലുവാ സാറേ. അവന് വിളിക്കിങ്ങോട്ട്. വേലു വരുന്നുണ്ട്. എന്താ സാറേ? അല്ല, നിങ്ങളുടെ അടുത്ത് തേൻ മേടിക്കാൻ വന്നവർക്ക് തേൻ മാത്രമാണോ നിങ്ങൾ കൊടുക്കണതോ അത് അതിൽ വിഷം ഇട്ട് കൊടുക്കോ? എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുമ്പോ, എടാ നിങ്ങൾ ഇന്നലെ തേൻ കൊടുത്തില്ലേ കിരണും കല്യാണിയും, അവര് ആ തേനായിട്ട് അവരുടെ അച്ഛന്റെ അടുത്തേക്കാ പോയത്. അവരുടെ അച്ഛൻ ആ തേൻ കുടിച്ചതും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ചോര ഛർദ്ദിച്ച് ഡോക്ടർമാര് വിധി എഴുതിയിട്ടുണ്ട് തേനീന്നാണ് വിഷം വന്നിരിക്കുന്നതെന്ന്. തേൻ എടുത്തത് നീ തന്നെയാടാ, അതുകൊണ്ട് നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്യാൻ പോവാ. ആ സമയത്ത് വേലു പറഞ്ഞു, അയ്യോ സാറേ, തേനിൽ ഞാനൊന്നും ചേർത്തിട്ടില്ല സാറേ. നീ ചേർത്തിട്ടുണ്ടാവില്ല, പക്ഷെ അതിൽ തേനില് വിഷം അടങ്ങിയിട്ടുണ്ട്. അത് ഈ കാട്ടിൽ നിന്നുള്ള വിഷം തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ലാബ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്, ജീപ്പിലേക്ക് കയറാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് അയ്യോ സാറേ, വേലു അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് മൂപ്പൻ പറയുമ്പോ, അതൊക്കെ കോടതിയിൽ തെളിയിക്കാം എന്ന് പറഞ്ഞിട്ട് വേലുവിനെ കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് വേലു ഇങ്ങനെ മൂപ്പനോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞതല്ലേ മാമ, എല്ലാം സൂക്ഷിച്ചും കണ്ടൊക്കെ വേണമെന്ന്. ഇവിടെ ഒരുത്തിനെ പാർപ്പിച്ചിട്ടില്ലേ, ഇപ്പൊ എന്തായി, സമാധാനായില്ലേ മാമന് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വേലു അവിടെ നിന്ന് പോകുന്നിട്ട്. നടക്കടാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാര് വേലുവും കൂട്ടിക്കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുകയാണ്. ജയിലിലേക്ക് ഇടാണ് വേലുവിനിട്ട്. വേലുക്ക് ആകെ വിഷമമാണ്. വേലുക്ക് ഇപ്പൊ മനസ്സിലായി കാര്യം, ഈ ഗംഗപ്രസാദ് ആണ് ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പൊ വേലു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, അതെ ഇതിന് പിന്നിൽ അവൻ തന്നെയാ, ആ വിനായകൻ, ഉറപ്പാണ് അവൻ തന്നെയാ. അതായത് ഇവര് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവൻ അകത്ത് കയറി പണിതാണ് ആ തേനി. കിരൺ സാറും കല്യാണി മേഡും കുടിക്കാൻ വേണ്ടി തന്നെ അവൻ വിഷം ചേർത്തതാണ്. എത്ര പ്രാവശ്യം പറഞ്ഞാലും മാമനും മാമിക്കും ഒന്നും മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് വേലു ആകെ വിഷമിച്ചിരിക്കാട്ടോ. പോലീസുകാർ കിരണിനെ വിവരം അറിയിക്കുന്നുണ്ട്, നിങ്ങളുടെ തേനില് വിഷം ചേർത്ത ആ വേലുവിനെ ഞങ്ങളിപ്പോ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ജയിലിലുണ്ടെന്ന് പറയാണ്. എന്ന് എനിക്കൊന്ന് അവനെ കാണണം എന്ന് പറഞ്ഞിട്ട് കിരൺ നേരെ വേലുവിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോവാണ്. വേലുവിനോട് ചോദിക്കണ്ടേ, എന്താ വേലു, എന്താ സംഭവിച്ചത്? നീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ സംഭവിച്ചിരിക്കുമ്പോ, സാറേ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാറേ, സാറിന് എന്നെ അറിയാവുന്നതല്ലേ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. പിന്നെ എന്താ വേലു സംഭവിച്ചത്? കാട്ടിൽ തന്നെയാണ് തേനിൽ വിഷം കലർന്നിരിക്കുന്നത്. എന്റെ അച്ഛൻ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്, ജീവൻ പോകോ ഇല്ലയോ എന്ന് പോലും അറിയില്ല, എന്താ സംഭവിച്ചെന്ന് ചോദിക്കണം. അങ്ങനെ വേലു സത്യങ്ങളൊക്കെ കിരണോട് പറയാണ്. ഇങ്ങനെ മാസങ്ങൾക്ക് മുമ്പ് ഒരാളെ കാട്ടിൽ ഇങ്ങനെ കിടന്ന് കിട്ടിയായിരുന്നു അയാളെ. പിന്നെ അവര് ചികിത്സിച്ച് രോഗം ഭേദമാക്കി, പഴയതിനേക്കാളും സൂപ്പറാക്കി. വിനായകൻ എന്നാണ് അയാളുടെ പേര്, പക്ഷെ അവനൊരു കള്ളനാണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനത് മൂപ്പനോടും മാമനോടും മാമിയടുത്തൊക്കെ പലവട്ടം പറഞ്ഞാണ്. അമലു ആണെങ്കിൽ അവനായിട്ട് ഭയങ്കര അടുപ്പത്തിലുമാണ്. ഞാൻ പറയുന്നതൊന്നും ആരും വിശ്വസിച്ചില്ല സാറേ. അവനെ കുറിച്ച് ആർക്കെങ്കിലും പറഞ്ഞ എന്നെ കാട്ടിൽ നിന്ന് പുറത്താക്കുവാണെന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ ഒരിക്കലും അവൻ ഇങ്ങനെയും ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സാറേ. സാറൊന്ന് ഫോട്ടോ കാണിച്ചെന്നില്ലേ, അവനാ വിനായകൻ എന്ന് വേലു പറയുന്നുണ്ട്. അപ്പൊ കിരണ് മനസ്സിലായി, അപ്പൊ ഗംഗപ്രസാദ് മരിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് തന്നെ
കിരൺ അപ്പൊ തന്നെ ബൈജുവിനെയും രതീഷിനെയും കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോവാട്ടോ ഗംഗേനെ അന്വേഷിച്ച് ഇറങ്ങാൻ വേണ്ടി. അപ്പോഴേക്കും മൂപ്പനും ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. ഈ വിനായകൻ എന്ന് പറഞ്ഞ ആള് ഉച്ചയുടായ്പാണെന്ന് അപ്പോഴാണ് മൂപ്പനെ മനസ്സിലായിട്ടോ. മൂപ്പൻ ഗംഗപ്രസാദിനെ പിടിക്കാൻ വേണ്ടി തന്നെ അയാളെ ഓടിച്ചിട്ട് പിടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോ ഒരു ഭാഗത്ത് ഗംഗ ഓടുന്നു, ആ മറുഭാഗത്ത് മൂപ്പൻ ഓടുന്നു. അതുപോലെ തന്നെ ഗംഗപ്രസാദ് അന്വേഷിച്ച് കിരണും ബൈജും രതീഷും ആ സമയത്ത് തന്നെയാണ് അവിടേക്ക് കാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ മൂപ്പൻ ഗംഗയുടെ പുറകിലേക്ക് അതിശക്തമായിട്ടാണ് ഓടുന്നത്. ഗംഗ വിചാരിക്കുകയാണ് എന്തായാലും ഇയാളുടെ മോള് എന്നെ ആയുധങ്ങൾ എറിയും പഠിപ്പിച്ചത് നന്നായി, അതുകൊണ്ട് ഇയാളെ കുറെ ആയുധങ്ങളൊക്കെ എറിയാൻ വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കല്ലും കത്തിയൊക്കെ വെച്ചിട്ട് എറിയാൻ നോക്കുന്നുണ്ടെങ്കിലും മൂപ്പൻ അതിൽ നിന്നൊക്കെ അതിവിദഗ്ധമായിട്ട് രക്ഷപ്പെടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവിടെ ഒരു വിറക് കഷ്ണം, കമ്പി കഷ്ണം ഗംഗയുടെ കയ്യിലേക്ക് കിട്ടാണ്. ആ കമ്പ് വെച്ചിട്ട് മൂപ്പന്റെ വയറ്റിട്ട് തന്നെ ഒരു ഒറ്റ കുത്തു കൊടുക്കുകയാണ് ഗംഗപ്രസാദ് കേട്ടോ. ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് കിരണിന്റെയും ബൈജുടെയും രതീഷിന്റെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഗംഗ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുവാണ്. കിരൺ അതിനെ തൊട്ടു പിന്നാലെ പോകുന്നുണ്ട്. മൂപ്പ മരിക്കോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് നാളത്തെ കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡിൽ അറിയാൻ സാധിക്കും. അതേസമയം സത്യങ്ങളൊക്കെ അമലു മനസ്സിലാക്കുമ്പോഴേക്കും അമലു തകർന്നു പോവാട്ടോ. കാരണം താൻ ഗർഭിണിയുമാണ്, ഇതും കൂടി തനിക്ക് പറയാൻ പറ്റില്ല. കാരണം വന്നിരിക്കുന്ന ആള് വിനായകനല്ല ഗംഗപ്രസാദ് എന്ന് അമലുവിനും മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായില്ല, താൻ ഗർഭിണിയും കൂടിയാണ്. ഇനി അതെങ്കിലും താൻ എങ്ങനെ കാട്ടിൽ അറിയിക്കും, താൻ കാട്ടിൽ നിന്ന് എന്തായാലും തന്നെ പുറത്താക്കുന്നൊക്കെ അമലുവിന് മനസ്സിലായി. അപ്പൊ അമലുവിനോട് അമ്മ പറയുന്നുണ്ട്, ആ വിഷം അടങ്ങിയിരിക്കണതിന് അത് നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് ഈ കാട്ടിൽ നിന്ന് ഒരു വിഷം ഒരാളുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആ വിഷം എങ്ങനെ തിരിച്ചെടുക്കാന്നുള്ള കാര്യങ്ങളും അവർക്കറിയാം കേട്ടോ. അപ്പൊ അതിനെ വീട്ടിലെ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ അങ്ങനെയെങ്കിലും അവർക്ക് നമുക്കൊരു പ്രായശ്ചിത്തമാകുമല്ലോ എന്ന് മൂപ്പത്തിയും അതുപോലെ തന്നെ അമലും ഒക്കെ വിചാരിക്കണം. അപ്പൊ അമലുടെ സ്വഭാവം മാറുക കേട്ടോ. പാവം എന്റെ വേലുവേട്ടൻ പലവട്ടം എന്നോട് പറഞ്ഞാണ് അവനെ വിശ്വസിക്കല്ലേ എന്ന്. പക്ഷെ വേലുവേട്ടൻ പറഞ്ഞതൊന്നും ഞാൻ ചെവിക്കെടുത്തില്ല. അതിനുള്ള ശിക്ഷ എനിക്ക് മലദൈവങ്ങൾ തന്നു. വയറ്റിലൊരു കൊടും കുറ്റവാളിയുടെ കുഞ്ഞിനെയും തന്നു. പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ അവൻ കാരണം വേറൊരാളുടെ ജീവൻ ഇപ്പൊ പോകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ കിടക്കാണ്. ഇവിടെ വന്ന സാറിനെയും മേഡത്തിനെ ഞാൻ ഒരുപാട് സംശയിച്ചു എന്നൊക്കെ അമലും വിചാരിക്കണം. അപ്പൊ അമലും നാട്ടിലേക്ക് പോയിട്ട് വേലുവിനെ കാണുകയും ചെയ്യാം, പിന്നെ ഇവർക്ക് ഇതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ അമലും കാര്യങ്ങളൊക്കെ നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതേസമയത്ത് നമ്മുടെ മൂപ്പൻ മരിച്ചോ ഇല്ലയോ എന്നുള്ളതും നമുക്കറിയില്ല. അപ്പൊ മൂപ്പൻ മരിച്ചിട്ടില്ലെങ്കിൽ മൂപ്പൻ തന്നെ ഡയറക്റ്റ് പോയിട്ട് ഈ വിഷത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ വിഷം ഇങ്ങനത്തെ വിഷമാണ്, ഈ വിഷം ഇങ്ങനെ തീണ്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് തിരിച്ചെടുക്കേണ്ടത് എന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം അവരാണല്ലോ ഒരു വിഷം എടുത്ത് കുപ്പി വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാലോ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അതായത് മൂപ്പനൊക്കെ നാട്ടിൽ വരുന്നുണ്ട് കേട്ടോ. അത് മൂപ്പനല്ല, ഈ അമലുവൊക്കെ നാട്ടിൽ വരുന്നുണ്ട്. അത് ഞാൻ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അതിന്റെ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്തായാലും നാട്ടിലൊക്കെ വരുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഗംഗപ്രസാദ് പിടികിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പ്രൊമോയിൽ കാണിച്ചെങ്കിലും ഗംഗ അങ്ങനെ പെട്ടെന്ന് പിടികിട്ടത്തൊന്നുമില്ല. പക്ഷെ ഗംഗപ്രസാദ് ഉടനെ തന്നെ മരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇനി അധികം നാള് ഗംഗപ്രസാദ് ഇങ്ങനെ എല്ലാവരെയും പറ്റിച്ചും അതുപോലെ തന്നെ കൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഗംഗപ്രസാദിനെ പിടി വീഴാൻ ചാൻസ് ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.